എല്ലാവർക്കും എ പി കെ ട്രാക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കാളി ലിനക്സ് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ റൺ ചെയ്യിക്കാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം: നിങ്ങളുടെ ഫോണിൽ നിന്നും ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്ത് അവിടെ കാളി ലിനക്സ് .org എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാളി ലിനക്സ് .org എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കാണെങ്കിൽ ഇങ്ങനെ കുറേ ലിങ്കുകൾ ഇവിടെ ഓപ്പൺ ആയി വരും. അവിടെ വന്ന് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം കാളി ലിനക്സിൻ്റെ കുറേ കസ്റ്റം റോം ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാം ടൊറൻറ്റ് ഫയലായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ നമ്മുടെ ഫോൺ 64 ബിറ്റാണ്. അപ്പോൾ നമ്മൾ 64 ബിറ്റിൻ്റെ തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 64 ബിറ്റിൻ്റെ ലൈറ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാനാണ്. അതാകുമ്പോൾ സ്മൂത്തായിട്ട് റൺ ആയിക്കോളും. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു 952 MB കാളി ലിനക്സ് ലൈറ്റ് 64 ബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാം. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ അത് HTTP ടൊറൻറ്റ് എന്ന് പറഞ്ഞ ഫയലായിട്ടാണ് നടക്കുന്നത്. അതായത് ടൊറൻറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ടൊറൻറ്റ് യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാനിത് ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതവിടെ നമുക്കിവിടെ കാണാം cdi image.kali.org എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ നമ്മുടെ ക്രോം ബ്രൗസറിൽ നിന്ന് തന്നെ കാളി ലിനക്സിൻ്റെ എന്താ പറയുക ഈ കസ്റ്റം റോം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത് ലോഡായി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് അത്. ഓക്കെ, ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാം ഇതിൽ നിന്നും കാളി ലിനക്സിൻ്റെ 64 ബിറ്റ് ലൈറ്റ് വേർഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഈ 10ാമതായിട്ട് കാളി ലിനക്സ് ലൈറ്റ് 2090 W32 എന്ന് പറഞ്ഞിട്ടൊരു AMD64.ISO എന്ന് പറഞ്ഞിട്ട് കാണാം 1 GB. അതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ISO ഫോർമാറ്റിലാണോ എന്ന് ശ്രദ്ധിക്കണം. ഞാൻ ലൈറ്റാണ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടിയ വേർഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയ വേർഷൻ ചെയ്യുമ്പോൾ അത് ISO ഫോർമാറ്റിലാണോ കിടക്കുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നില്ല. കൂടാതെ തന്നെ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം കൂടി ഇവിടെ ഉണ്ട്, അത് റൺ ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അതിൻ്റെ പേരാണ് ലിംബു എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായി ഇത് ആദ്യം പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തിട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഫോണിൽ നിന്ന് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്ത് ലിംബോ PC എമുലേറ്റർ, അതായത് ലിംബോ PC എമുലേറ്റർ QEMU ARM x 86 എന്ന് പറഞ്ഞ് കാണാം. ഈ 86 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കാണ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ വരും. അതിൽ നിന്നും ഈ മൂന്നാമത്തെ ലിങ്ക്, അതായത് നമുക്കാണ് ഫസ്റ്റത്തെ 2 ലിങ്കും apkpure.com എന്ന് പറഞ്ഞതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ 2 ലിങ്കും അത് 2 ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒറിജിനൽ ആപ്ലിക്കേഷൻ ലഭിക്കുന്നില്ല, ഫേക്ക് ആപ്ലിക്കേഷനാണ് ലഭിക്കുന്നത്. അത് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്നാമത് വന്നിരിക്കുന്നത് apkmonk എന്ന് പറഞ്ഞ ലിങ്കാണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കാണ് ലിംബോ PC എമുലേറ്റർ QEMU ARM x 86 APK എന്ന് പറഞ്ഞ് കാണാം. ഇത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ലിംബു എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അവിടെ നിന്ന് റൈറ്റ് സൈഡിലായിട്ട് കാണാം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നോൺ എന്ന് പറഞ്ഞ സെലക്ട് കിടക്കുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ മെഷീൻ നെയിം ചോദിക്കും, നിങ്ങൾ ഏതെങ്കിലും ഒരു മെഷീൻ നെയിം കൊടുക്കുക. ഞാൻ അവിടെ കാളി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, കാളി പറഞ്ഞാൽ സേവ് ചെയ്തു. അതിനുശേഷം നമുക്ക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അത് x86 ആണ് നടക്കുന്നത്. 64 ബിറ്റിലേക്ക് മാറ്റുക, കാരണം നമ്മുടെ ഫോൺ 64 ബിറ്റാണ്. അപ്പോൾ 64 ബിറ്റിലേക്ക് മാറ്റുക. മെഷീൻ ടൈപ്പ് PC എന്ന് പറഞ്ഞ സെലക്ട് ആയിട്ടുണ്ട്, അത് PC തന്നെ വെക്കുക. CPU മോഡൽ ഡിഫാൾട്ടിലാണ് നടക്കുന്നത്, അത് QUMU64 എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. CPU കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ 4 ആയിട്ട്, അത് മാക്സിമം നമ്പർ 4 ആണ്, അപ്പോൾ 4 സെലക്ട് ചെയ്യുന്നു. പിന്നെ RAM മെമ്മറി എന്ന് പറഞ്ഞാൽ അത് മാക്സിമം അവർ തന്നിരിക്കുന്നത് 1016 ആണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. എൻ്റെ ഫോണിൻ്റെ 4 GB RAM ആയതുകൊണ്ട് ഞാനത് 1016 സെലക്ട് ചെയ്തു. അതിനുശേഷം കാണാം സ്റ്റോറേജ് എന്ന് പറഞ്ഞത്, ഇതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതിനുശേഷം കാണാം റിമൂവബിൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് CD RAM നിങ്ങൾ സെലക്ട് ചെയ്യുക. CD RAM സെലക്ട് ചെയ്തതിനു ശേഷം ഈ നോൺ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അതായത് കാളി ലിനക്സിൻ്റെ ഒരു കസ്റ്റം റോം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കസ്റ്റം റോം നമ്മളിവിടെ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റം റോം ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത കസ്റ്റം റോം, ഓക്കെ, അവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കസ്റ്റം റോം ഇവിടെ കാണാം. ഇത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിവിടെ സെലക്റ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കാണാം VGA ഡിസ്പ്ലേ എന്ന് പറഞ്ഞത്, അത് നമ്മളിവിടെ എപ്പോഴും സ്റ്റാൻഡേർഡിൽ തന്നെ കീപ്പ് ചെയ്യുക.
അതിനുശേഷം നമുക്കിവിടെ വേറൊന്നും ചെയ്യേണ്ടതില്ല. അതിൻ്റെ ഇടയിൽ ബൂട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഈ ബൂട്ട് ഫ്രം ഡിവൈസ് എന്നുള്ള ഡിഫാൾട്ടിലേക്ക് കിടക്കുക. അത് മാറ്റി നമ്മുടെ CD-ROM എന്ന് പറഞ്ഞതിലേക്ക് മാറ്റണം. അതിനുശേഷം കാണാം നമുക്കവിടെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ട് അത് VNC എന്നുള്ളത് മാറ്റി SDL ആക്കി മാറ്റുക. പിന്നെ അതിനുശേഷം നമ്മുടെ ഷോ ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ ടിക്ക് ചെയ്ത് വെക്കുക. ഫുൾ സ്ക്രീൻ ടിക്ക് ചെയ്ത് ഹൈ പ്രിയോറിറ്റി എന്ന് പറഞ്ഞാൽ ടിക്ക് ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാം ഒരു പ്ലേ ബട്ടൺ ഇവിടെ ഉണ്ട്. പ്ലേ ബട്ടൺ അതാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിൽക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കാണ് ഇതിൻ്റെ പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഓക്കെ ഇത് കാളി ലിനക്സ് സോഫ്റ്റ്വെയർ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ പല ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ലൈവ് മോഡിൽ റൺ ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ തന്നെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ലൈവ് USB അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ലൈവ് മോഡിൽ, അതായത് നിങ്ങളുടെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ലൈവ് മോഡിൽ റൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ലൈവ് മോഡിൽ റൺ ചെയ്യിക്കാം. അപ്പോൾ ഇത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിന് നമുക്ക് ഈ കാളി ലിനക്സ് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കീബോർഡ് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ഇവർ തന്നെ ഒരു കീബോർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും മുകളിൽ നമുക്ക് കാണാം ഒരു കീബോർഡിൻ്റെയും മൗസിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ഈ കീബോർഡ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കീബോർഡ് ലഭിക്കും. കൂടാതെ നിങ്ങൾക്ക് മൗസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മൗസ് അറ്റാച്ച് ചെയ്യണം. ഒരു മൗസ് USB ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ മൗസ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഈ ലഭിച്ചിരിക്കുന്ന കീബോർഡ് ഫോണിൻ്റെ കീബോർഡ് തന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ ഇത് കാണാം. ഈ ഏറ്റവും അടിയിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും അടിയിലായിട്ട് ഒരു ആരോ കീ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ എൻ്റർ ബട്ടൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ലൈവ് മോഡിൽ റൺ ചെയ്യുന്നതായിരിക്കും. ലൈവ് മോഡിൽ റൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഏകദേശം 3/4 മണിക്കൂറോളം ഇത് ലോഡായി വരാൻ സമയം എടുക്കുന്നുണ്ട് ഈ പ്രോസസ്സ്. അത് ഓരോ ഫോണിൻ്റെയും പ്രോസസ്സറിനനുസരിച്ച് ഇത് ലോഡാകുന്നുള്ള ടൈം എടുക്കുക. കൂടാതെ നിങ്ങൾക്കിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 4 അക്കമുള്ള വേർഡ് അല്ലെങ്കിൽ ലൈവ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുക. കീബോർഡിൽ ലൈവ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് ഈ എൻ്റർ ബട്ടൺ, അത് ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ആരോ പ്രസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ലൈവ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് നേരെ ഇൻസ്റ്റാളിലേക്ക് വന്ന് അവിടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കാണിച്ചുതരാം. ലൈവ് എന്ന് പറഞ്ഞിട്ട് ഈ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് കണ്ടോ, ഇൻസ്റ്റാളേഷനിലേക്ക് താനെ അത് മാറി ഇവിടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, കാരണം ഇത് ഏകദേശം 3/4 മണിക്കൂർ അതിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടത് കൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റാം ഒരിക്കലും ഓവർലോഡ് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇൻറ്റേർണൽ സ്റ്റോറേജ് എപ്പോഴും കുറച്ച് ഒരു 4 GB എങ്കിലും കുറഞ്ഞത് ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫ്രീ ആയിരിക്കാനും റാമും കുറച്ച് ഫ്രീ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ കാണാം ഇവിടെ പ്രോസസ്സ് റൺ ആവുന്നുണ്ട്. ഇത് കുറേ ടൈം എടുക്കുന്നുണ്ട്. അത്യാവശ്യം പ്രോസസ്സറിനനുസരിച്ച് റൺ ആവുക. എൻ്റെ പ്രോസസ്സർ സൈസ് വളരെ കുറവാണ്, 1.89 ആണുള്ളത്. അപ്പോൾ ഇത് വളരെയധികം ടൈം എടുക്കുന്നുണ്ട്. എൻ്റെ ഏകദേശം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് 1.5 മണിക്കൂർ എങ്ങാണ്ട് സമയം എടുത്തിട്ടാണ് ഇതായത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു. ഞാനിത് അബോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.